അവസാനിപ്പിച്ച് എന്നേക്കുമായി നാട്ടിലേക്ക് മടങ്ങുക എന്നത് ഏതൊരു ഗൾഫ് മലയാളിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രവാസം നിർത്തി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന 90% ആളുകളും സാമ്പത്തികമായി പരാജയപ്പെടുകയാണ് ചെയ്തത്. എയർപോർട്ടിൽ ഇറങ്ങുന്നതിന്റെ തലേദിവസം പെട്ടി മടക്കുമ്പോഴല്ല സാമ്പത്തിക പ്ലാനിംഗ് തുടങ്ങേണ്ടത്. നാട്ടിൽ തിരിച്ചെത്തുന്നതിന് കൃത്യമായി 5 വർഷം മുൻപ് തുടങ്ങേണ്ട ഒന്നാണത്. സാമ്പത്തിക ആസൂത്രണമില്ലാതെ പെട്ടെന്നൊരു ദിവസം പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയാൽ നിങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം വെറും 3-4 വർഷം കൊണ്ട് ഇല്ലാതാകും. നമ്മൾ വിചാരിക്കുന്നത് പ്രവാസം നിർത്തിയാൽ പിന്നെ സമാധാനമായി നാട്ടിൽ ജീവിക്കാമെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? RBI ഡേറ്റ പ്രകാരം 2026 ഓഗസ്റ്റ് 1 കണക്കുകൾ പരിശോധിച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന പ്രവാസി പണമൊഴുക്ക് പ്രതിവർഷം $100 ബില്യൺ മുകളിലാണ്. എന്നാൽ ഇൻകം ടാക്സ് വകുപ്പിന്റെ 2026 ഓഗസ്റ്റ് 1 NRI നികുതി നിയമാവലി അനുസരിച്ച് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്ന ഒരാളുടെ സാമ്പത്തിക സ്റ്റാറ്റസ് മാറുന്നതോടെ നികുതി ബാധ്യതകളും പൂർണ്ണമായി മാറും. ഇവിടെയാണ് 5 വർഷത്തെ സാമ്പത്തിക റോഡ് മാപ്പിന്റെ പ്രസക്തി ഉള്ളത്. നാട്ടിലേക്ക് മടങ്ങാൻ 5 വർഷം ബാക്കി നിൽക്കുന്ന ആദ്യത്തെ വർഷം, അതായത് 5ാം വർഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടാക്സ് പ്ലാനിംഗ് ആണ്. ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് പ്രവാസം അവസാനിപ്പിച്ച് വരുന്ന ഒരാൾക്ക് RNOR അഥവാ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് സ്റ്റാറ്റസ് ലഭിക്കും. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് 2026 ഓഗസ്റ്റ് 1 ചട്ടങ്ങൾ പ്രകാരം കഴിഞ്ഞ 10 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 8 വർഷമെങ്കിലും ഇന്ത്യക്ക് പുറത്തായിരുന്ന ഒരു പ്രവാസിക്ക് നാട്ടിൽ തിരിച്ചെത്തിയാൽ 1 മുതൽ 3 വർഷം വരെ ഈ RNOR സ്റ്റാറ്റസ് ആനുകൂല്യം ലഭിക്കും. ഇത് ചെറിയ കാര്യമല്ല. ഈ RNOR കാലയളവിൽ നിങ്ങളുടെ ഗൾഫിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾക്കോ വിദേശത്തുള്ള മറ്റു വരുമാനങ്ങൾക്കോ ഇന്ത്യയിൽ ₹1 പോലും ഇൻകം ടാക്സ് നൽകേണ്ടതില്ല. ഈ സ്റ്റാറ്റസ് എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് നിങ്ങളുടെ ഓഡിറ്ററുമായി ചർച്ച ചെയ്യണം. നാട്ടിലേക്ക് മടങ്ങാൻ 4 വർഷം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകൾ പുനഃസംഘടിപ്പിക്കേണ്ടത്. പ്രവാസി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ NRI FDയിൽ നിന്നും കിട്ടുന്ന പലിശ വരുമാനം സമ്പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ്. പക്ഷെ നാട്ടിൽ സ്ഥിരതാമസമാക്കുന്ന നിമിഷം നിങ്ങളുടെ NRI NRO അക്കൗണ്ടുകൾ സാധാരണ റെസിഡന്റ് അക്കൗണ്ടുകളായോ അല്ലെങ്കിൽ RFC അഥവാ റെസിഡന്റ് ഫോറിൻ കറൻസി അക്കൗണ്ടുകളായോ മാറ്റണം. FEMA അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമപ്രകാരം നാട്ടിലെത്തി 3 മാസത്തിനുള്ളിൽ അക്കൗണ്ട് സ്റ്റാറ്റസ് മാറ്റിയില്ലെങ്കിൽ വലിയ തുക പിഴ വരാം. അക്കൗണ്ടുകൾ മാറ്റാൻ വൈകിയാൽ പിന്നീട് NRI പലിശയ്ക്ക് ബാങ്കുകൾ വലിയ തോതിൽ TDS ഈടാക്കാൻ തുടങ്ങും. നമ്മൾ പരാജയപ്പെടുന്നതും ഈ ഇടങ്ങളിലാണ്. 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസും എമർജൻസി ഫണ്ടുമാണ്. ഗൾഫിൽ ആയിരിക്കുമ്പോൾ കമ്പനി തന്നിരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് നാട്ടിലെത്തിയാൽ ഉണ്ടാകില്ല. 50-55 വയസ്സിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം പുതിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പോയാൽ വലിയ പ്രീമിയം നൽകേണ്ടി വരും. മാത്രമല്ല മുൻപുള്ള രോഗങ്ങൾക്ക് 3-4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡും വരും. അതുകൊണ്ട് നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് 3 വർഷം മുൻപ് തന്നെ ഇന്ത്യയിൽ മുഴുവൻ കുടുംബത്തിനും അനുയോജ്യമായ ഒരു നല്ല ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് വെക്കുക. ഒപ്പം നാട്ടിലെ പ്രതിമാസ ചെലവുകൾക്കായി കുറഞ്ഞത് 2 വർഷത്തേക്ക് ആവശ്യമായ തുക ബാങ്ക് FDയിലോ ലിക്വിഡ് ഫണ്ടുകളിലോ സുരക്ഷിതമായി മാറ്റിവെക്കുക. 2ാം വർഷം നിങ്ങളുടെ സാമ്പത്തിക പോർട്ട്ഫോളിയോയുടെ ഗതി മാറ്റേണ്ട സമയമാണ്. ഗൾഫിലെ പ്രതിമാസ ശമ്പളം നിലയ്ക്കുമ്പോൾ പകരം നാട്ടിൽ അതേപോലെ കൃത്യമായൊരു വരുമാനം ഉണ്ടാക്കാൻ പോർട്ട്ഫോളിയോ പ്രാപ്തമാക്കണം. റിയൽ എസ്റ്റേറ്റിലോ ലാഭമില്ലാത്ത കെട്ടിടങ്ങളിലോ കിടക്കുന്ന പണമുണ്ടെങ്കിൽ അത് വിറ്റഴിച്ച് ലിക്വിഡിറ്റി ഉണ്ടാക്കുക. ലംസം തുകകൾ ഡെറ്റ് ഫണ്ടുകളിലോ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിച്ച് അതിൽ നിന്നും മാസം തോറും കൃത്യമായി പണം അക്കൗണ്ടിലേക്ക് എത്തുന്ന SWP അഥവാ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനുകൾ ക്രമീകരിക്കണം. ആഗോള സാമ്പത്തിക വ്യതിയാനങ്ങൾ നിങ്ങളുടെ പെൻഷൻ ഫണ്ടിനെ ബാധിക്കാത്ത രീതിയിൽ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടത് ഈ 2ാം വർഷത്തിലേക്കാണ്. നാട്ടിലേക്ക് മടങ്ങാൻ 1 വർഷം മാത്രം ബാക്കി നിൽക്കുന്ന 5ാം വർഷം, അതായത് അവസാന വർഷം. ഈ സമയം നിങ്ങളുടെ എല്ലാ വായ്പകളും ബാധ്യതകളും പൂർണ്ണമായും അടച്ചു തീർക്കണം. ഗൾഫിലുള്ള ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ എന്നിവ അവസാനിപ്പിക്കുക. ക്ലോസിംഗ് സർട്ടിഫിക്കറ്റുകൾ വാങ്ങുക. നാട്ടിൽ തിരിച്ചെത്തി പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ തലയ്ക്ക് മുകളിൽ ₹1 പോലും കടബാധ്യത ഉണ്ടാകരുത്. നിങ്ങളുടെ കടങ്ങൾ 0-ൽ എത്തിച്ചാൽ നാട്ടിലെ ജീവിതം സമാധാനപൂർണ്ണമാകും. വൈകാരികമായി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും കുടുംബത്തിന്റെ ഭാവി അപകടത്തിലാക്കും. നാട്ടിൽ വന്ന് പുതിയ ബിസിനസ് തുടങ്ങാം എന്ന ചിന്തയോടെ പ്രവാസം അവസാനിപ്പിക്കുന്നവർ ഓർക്കുക, ഗൾഫിലെ സമ്പാദ്യം മുഴുവൻ എടുത്ത് പരിചയമില്ലാത്ത വ്യാപാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വലിയ അപകടമാണ്. ആദ്യത്തെ 2 വർഷം നാട്ടിലെ കാലാവസ്ഥയോടും ജീവിതശൈലിയോടും ഒക്കെ പൊരുത്തപ്പെടാൻ സമയം നൽകണം. അതിനുശേഷം മാത്രം പുതിയ ചില സംരംഭങ്ങളെ കുറിച്ച് ചിന്തിക്കുക.
പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുക എന്നതൊരു ഭാരമല്ല, മറിച്ച് സന്തോഷകരമായ ഒരു വിരമിക്കലായി മാറണം. അതിന് കൃത്യമായി ഈ 5 വർഷത്തെ സാമ്പത്തിക മാനിഫെസ്റ്റോ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപങ്ങളും ഭാവി പദ്ധതികളും കൃത്യമായി വിശകലനം ചെയ്യാൻ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. പ്രവാസം മതിയെന്ന് വെക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക അഡ്വൈസറുമായി സംസാരിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. ഈ വീഡിയോ ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഏതെങ്കിലും ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി ബന്ധപ്പെടുക. Yeah.